ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളോട് ദൈവത്തിൻ്റെ വചനം പറയാൻ വീണ്ടും കർത്താവ് എനിക്കൊരു അവസരം തരുന്നു. ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രാപിച്ച ദൈവിക ദൂത് ദൈവമക്കൾക്ക് വേണ്ടി പങ്കുവയ്ക്കുമ്പോൾ അത് ശ്രദ്ധയോടെ കേൾക്കാനും ഏറ്റെടുക്കാനും ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കാനും അത് നിമിത്തം ദൈവിക ധന്യത പ്രാപിപ്പാനും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് വചനകേൾവിക്ക് വേണ്ടി തയ്യാറായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. കർത്താവിനെ വാഴ്ത്തുകയും ദൈവത്തെ പുകഴ്ത്തുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം കരയറ്റുകയും ചെയ്തുകൊണ്ട് ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ ബോധ്യമാക്കി തന്നിരിക്കുന്ന സ്വർഗീയ ദൂതിലേക്ക് ഞാൻ നിങ്ങളെ വലിച്ചടിപ്പിക്കുകയാണ്. ഇന്നൊരു കർത്തൃദിനം കൂടെയാണല്ലോ. അതുകൊണ്ട് ദൈവസന്നിധിയിൽ പരിശുദ്ധാത്മ നിയോഗത്തോടുകൂടി ഒരു കർത്തൃദിന ചിന്തയായി നിങ്ങളോട് പങ്കുവയ്ക്കാൻ റോമാലേഖനം 7-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തെ ആധാരമാക്കി ചില കാര്യങ്ങൾ പറയാൻ ക്രിസ്തുവിൽ ഞാൻ ശരണപ്പെടുന്നു. അമിത കൃപ ദൈവത്തോട് ചോദിക്കുന്നു. റോമാലേഖനം 7-ന്റെ 6-ാമത് വാക്യം, ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കൊണ്ട് അക്ഷരത്തിൻ്റെ പഴക്കത്തിലല്ല ആത്മാവിൻ്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു. ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയ ന്യായപ്രമാണത്തിൽ നിന്ന് നാം ഒഴിവുള്ളവർ ആയിരിക്കുന്നു. റോമാലേഖനം 7-ാം അധ്യായം റോമാലേഖനത്തിലെ മറ്റു ചില അധ്യായങ്ങളെക്കാൾ വ്യത്യസ്തമായിരിക്കുന്ന അധ്യായമാണ്. രക്ഷപ്പെടാൻ വേണ്ടി നോക്കിയിട്ടും രക്ഷപ്പെടാൻ പറ്റാത്ത ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു പരിസ്ഥിതിയെ പശ്ചാത്തലമാക്കിക്കൊണ്ട് 7-ാം അധ്യായത്തിനകത്ത് പൗലോസ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും എന്ന ദീനരോധനം. പൗലോസ് വിടുവിക്കപ്പെട്ടിട്ടില്ല, രക്ഷപ്പെടാനൊരു പഴുതുമില്ല, അതുകൊണ്ട് അലറിക്കരയുകയാണെന്ന് വിചാരിക്കരുത്. പൗലോസ് മനുഷ്യൻ്റെ പ്രതിനിധിയായി നിന്നുകൊണ്ട് മനുഷ്യർക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത ചില കുരുക്കുകൾ, ചില വിഷയങ്ങൾ, അതിനകത്തുനിന്ന് എന്നെ ആര് വിടുവിക്കുമെന്ന് ലോകത്തിൻ്റെ 4 കോണിൽ നിന്നും വിലപിക്കുന്ന വിലാപസ്വരം കേട്ടിട്ട് വിടുവിക്കുന്നവനുണ്ട് എന്ന ബോധ്യം തരാൻ വേണ്ടി റോമാലേഖനത്തിനകത്തൊരു അധ്യായം മാറ്റിവെച്ചിരിക്കുകയാണ്. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, എന്നെ ആര് വിടുവിക്കുമെന്നുള്ള ലോകപ്രസിദ്ധമായിരിക്കുന്ന ബൈബിൾ സംബന്ധമായിരിക്കുന്ന ആ ഉജ്ജ്വല ചോദ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും ഈ വക കാര്യങ്ങളെക്കുറിച്ചൊക്കെ ബോധ്യപ്പെട്ടിട്ടും ചില കാര്യങ്ങൾക്കകത്ത് തീരുമാനമെടുക്കാനോ പുറത്തു വരാനോ കഴിയാതെ അതിനകത്ത് അടയ്ക്കപ്പെട്ടു പോകുന്നൊരു പരിസ്ഥിതി, അത് മനുഷ്യ സഹജമാണ്. അങ്ങനെ വരുമ്പോൾ ദൈവത്തോട് അലറിക്കരയുകയും വിടുതലിന് വേണ്ടി കെഞ്ചുകയും അല്ലാതെ മറ്റൊരു മാർഗമില്ല. ആർക്കും സഹായിക്കാനും ആർക്കും വിടുവിച്ചെടുക്കാനും ആർക്കും പുറത്തു കൊണ്ടുവരാനും കഴിയാത്ത ചില നിസ്സഹായ വേളകൾ മനുഷ്യജീവിതത്തിൽ വന്നേക്കാം. അതുപോലത്തെ ഒരു പശ്ചാത്തലമാണ് 7-ാം അധ്യായം. എങ്കിലും ഏതാഴക്കുഴിയിൽ നിന്നും കയറ്റാൻ ദൈവപുത്രൻ ഇന്നും വീണ്ടെടുപ്പുകാരനായി നമുക്ക് വേണ്ടി നിൽക്കുന്നു എന്ന സത്യം കൂടെ ഈ അധ്യായവും ഈ റോമാലേഖനവും നമുക്ക് ഉറപ്പു തരികയാണ്. ആ ഒരു പ്രൗഢമായിരിക്കുന്ന പശ്ചാത്തലം 7-ാം അധ്യായത്തിനുണ്ടെങ്കിലും നാം ഒരു വാക്യം തികച്ചുപോലും പലപ്പോഴും അനുദിന ചിന്തയിൽ ഉപയോഗിക്കാറില്ല. ചിലപ്പോൾ ഒരു വാക്കായിരിക്കാം, ചിലപ്പോൾ ഒരു സെൻറ്റൻസ് ആയിരിക്കാം നമ്മെ ഓരോ ദിവസവും വിലയിരുത്തുന്നത്. ഇന്ന് 7-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നിന്ന് നാം വായിച്ചതും ഞാൻ എടുത്തു പറഞ്ഞതുമായിരിക്കുന്ന ഭാഗം ഇതാണ്: നമ്മെ പിടിച്ചടക്കിയിരുന്ന ന്യായപ്രമാണം. നമ്മെ പിടിച്ചടക്കിയിരുന്ന ന്യായപ്രമാണം. യഹൂദൻ്റെ പശ്ചാത്തലത്തിലാണ് ആ കാര്യങ്ങൾ പറയുന്നത്. ന്യായപ്രമാണം ദൈവം കൊടുത്തൊരു പ്രമാണമാണ്. അത് നമ്മളതിന് കീഴ്പ്പെട്ടിരുന്നു, നമ്മളത് അനുസരിച്ച് പോകുന്നു, നമ്മളതിന് വിധേയപ്പെട്ടു പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ ന്യായപ്രമാണത്തെക്കുറിച്ച് പൗലോസ് പുതിയ നിയമത്തിൽ എഴുതുമ്പോഴൊക്കെ വളരെ ശക്തമായിട്ട് അത് മനുഷ്യനെ അടിമപ്പെടുത്തിയിരുന്നു എന്നതിനെക്കുറിച്ച് മറ്റു പല വാക്കുകളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. യഹൂദ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന ഒരാളെ ന്യായപ്രമാണം അവിടെ പറയുന്ന അനുസരിച്ച് പിടിച്ചു വച്ചിരിക്കുക, എൻസ്ലേവ് ചെയ്യുക, ഹോൾഡ് ചെയ്യുക. ആ മനുഷ്യനെ പിടിച്ചു വച്ചിരിക്കുക. ഒരസ്വാതന്ത്ര്യം അതിനകത്തില്ല. അതുകൊണ്ടല്ലേ സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു എന്നൊരു വാക്ക് ക്രിസ്തുവേശുവിലൂടെ നമുക്ക് ലഭിച്ചു എന്നെഴുതിയിരിക്കുന്നത്. ന്യായപ്രമാണം എന്നതവിടെ നിൽക്കട്ടെ.
മനുഷ്യനെ പിടിച്ചു വയ്ക്കുന്ന ഒട്ടനവധി വിഷയങ്ങൾ ഒരായുസ് ഓടിത്തീരുന്നതിനേക്കാകുമ്പോൾ നമുക്കുണ്ടാവും. ചിലപ്പോൾ ചില ബന്ധങ്ങളായിരിക്കാം, ചിലപ്പോൾ ചില മുറുകെ പറ്റുന്ന പാപങ്ങളായിരിക്കാം, ചിലപ്പോൾ ചില തോന്നലുകളായിരിക്കാം, ചിലപ്പോൾ ചില ചീത്ത സ്വഭാവങ്ങളായിരിക്കാം, ചിലപ്പോൾ തെറ്റിദ്ധാരണകളായിരിക്കാം, ചിലരെക്കുറിച്ച് നമുക്കുണ്ടായ കൈപ്പേറിയ ചിന്തകളായിരിക്കാം, ചിലർ നമ്മോട് കാണിച്ച നീചമായ പ്രവൃത്തി കൊണ്ട് മനസ്സിൽ നിന്ന് പോകാതെ നമ്മളെത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര മാറാൻ ശ്രമിച്ചിട്ടും മാറാതെ വണ്ണം ചില കാര്യങ്ങൾ നമ്മളെ പിടിച്ചു വയ്ക്കും, ചില വിഷയങ്ങൾ നമ്മളെ പിടിച്ചു വയ്ക്കും. അത് നമുക്ക് അപകടമായി മാറും. തത്വത്തിൽ മനുഷ്യനെ പിടിച്ചു വയ്ക്കാൻ ആരെയും ദൈവം അനുവദിച്ചിട്ടില്ല. ഈ പ്രമാണങ്ങളൊക്കെ സത്യമാണ്. അവൻ സ്വതന്ത്രനാണ്. അവൻ തീരുമാനമെടുക്കണം. അവനവൻ്റെ ദൈവവുമായിട്ട് ബന്ധപ്പെടണം, ദൈവത്തെ ആരാധിക്കണം, ദൈവത്തോട് സമ്പർക്കം പുലർത്തണം, ദൈവത്തിന് വേണ്ടി നിലനിൽക്കണം. ഇതൊക്കെ സ്വാതന്ത്ര്യമുള്ളൊരു മനുഷ്യനെ കൊണ്ടേ പറ്റുള്ളൂ. ദൈവം ആരാന്നറിഞ്ഞിട്ടും, ദൈവത്തെ എങ്ങനെ ആരാധിക്കണമെന്നറിഞ്ഞിട്ടും, ദൈവത്തിൻ്റെ ഭാവികാല പരിപാടികൾ എന്താണെന്നറിഞ്ഞിട്ടും ചില പ്രത്യേക കാര്യങ്ങൾ പിടിച്ചു വച്ചിരിക്കുന്നത് കൊണ്ട് അതനുസരിക്കാനോ അംഗീകരിക്കാനോ വിധേയപ്പെടാനോ പറ്റാത്ത ആയിരക്കണക്കിന് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. എന്തോ അവരെ പിടിച്ചു വച്ചിരിക്കുക. ഞാൻ ആ വാക്ക് വിശാലമായി നീട്ടിപ്പരത്തി പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫോക്കസ് കിട്ടാതെ വന്നേക്കാം. അതുകൊണ്ട് ഞാൻ വ്യക്തികളിലേക്ക്, നാം ഓരോരുത്തരിലേക്കും ആ വാക്യത്തെ, ആ വാചകത്തെ ചൂണ്ടിക്കാണിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മയൊക്കെ ഇതുപോലെ പിടിച്ചു വച്ചിരിക്കുന്ന ചില വിഷയങ്ങൾ നമ്മളെ വിട്ടുതരത്തില്ല, വിട്ടുകൊടുക്കത്തില്ല. നമ്മളെ അങ്ങ് കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നത് പോലെ ഒതുക്കി വെച്ചിരിക്കുന്ന എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അതിനെ ദൈവമായ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും ക്രിസ്തുവേശുവിലുള്ള നമ്മുടെ വിശ്വാസത്തിലും അതിനകത്ത് നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കണം. ഇവിടെ ന്യായപ്രമാണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട, യഹൂദ മതത്തിൻ്റെ പശ്ചാത്തലത്തിൽ കഠിനമായത്. അതിൻ്റെ കീഴെ വന്ന ഒരാൾക്ക് അതനുസരിക്കാതെ, അത് അംഗീകരിക്കാതെ മാറിപ്പോകാൻ പറ്റിയല്ല. അതുപോലെ പിടിച്ചു വച്ചിരിക്കുക, നമ്മെ പിടിച്ചു വച്ചിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, നമ്മുടെ മക്കളെ പിടിച്ചു വച്ചിരിക്കുന്ന ഏതെങ്കിലും വിഷയങ്ങൾ, സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തെ പിടിച്ചു വച്ചിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ആ കാര്യങ്ങളെ നന്നായി ഗ്രഹിക്കുകയും നന്നായി മനസ്സിലാക്കുകയും അതിനകത്ത് നിന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചൊരു വിമോചനം പ്രാപിക്കുകയും ചെയ്യണം. നമ്മൾ എന്തൊക്കെ ചെയ്താലും പിടിച്ചു വച്ചിരിക്കുന്ന വിഷയങ്ങൾക്ക് പരിഹാരം വരുന്നില്ലെങ്കിൽ നമ്മളെന്നും അടിമയാണ്. പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് കാര്യങ്ങൾ ദൈവം പറഞ്ഞതുപോലെയോ നമ്മൾ ആഗ്രഹിച്ചതുപോലെയോ മുന്നോട്ട് പോകാത്തൊരു പരിസ്ഥിതി നേരിട്ടേക്കാം. അങ്ങനെ വരുന്ന വേളയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സ്ഥിതിഗതികൾ നേരിടാം. ഈ സ്ഥാനത്ത് പരിശുദ്ധാത്മാവിൽ നമ്മൾ ചിലരോട് പറയുന്നു, പിടിച്ചു വച്ചിരിക്കുന്നത് എന്താണെങ്കിലും, പിടിച്ചു വച്ചിരിക്കുന്നത് ഏത് വിഷയമാണെങ്കിലും അതിനകത്തുനിന്നൊരു ഭയങ്കര വിടുതലിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ കൊണ്ടുവരട്ടെ. ചില മുറുകെ പറ്റുന്ന പാപമായിരിക്കാം, ചില ചീത്ത സ്വഭാവമായിരിക്കാം, ചില കൂട്ടുകെട്ടുകളായിരിക്കാം, ചില ബന്ധങ്ങളായിരിക്കാം, ചില തെറ്റിദ്ധാരണകളായിരിക്കാം, ചില മുറിവേറ്റ വിഷയങ്ങളായിരിക്കാം. അവ നമ്മെ പിടിച്ചു വയ്ക്കരുത്, ഒതുക്കി വയ്ക്കരുത്, ഹോൾഡ് ചെയ്ത് നിർത്തരുത്. നാം ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദി പോലെയായിരിക്കും. കെട്ടി നിൽക്കാൻ സമ്മതിക്കരുത്, എവിടെയോ സ്റ്റക്കാകരുത്. നന്നായി പ്രാർത്ഥിച്ചിരുന്നു. ഗലാത്യ ലേഖനത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നീ നന്നായിട്ട് ഓടിക്കൊണ്ടിരുന്നു, ഇപ്പോൾ നിന്നെ തടഞ്ഞതാര്, അഥവാ പിടിച്ചു നിർത്തിയിരിക്കുന്നതാര്? പിടിച്ചു നിർത്തിയിരിക്കുന്നത് പോലെ സാമ്പത്തികമോ ആത്മീകമോ കുടുംബബന്ധമോ സ്നേഹമോ വരുമാനമോ മക്കളുടെ കാര്യമോ എന്താണെങ്കിലും നന്നായി പോയിക്കൊണ്ടിരുന്ന കുടുംബം, നന്നായി പോയിക്കൊണ്ടിരുന്ന ഫാമിലി ലൈഫ്, അതിനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് പോലെ ഒരു മൂവ്മെൻറ്റും ഇല്ലാതെ, എത്ര പറഞ്ഞിട്ടും മാറ്റമില്ലാതെ, എത്ര പ്രാർത്ഥിച്ചിട്ടും ഇളക്കമില്ലാതെ പിടിച്ചു വച്ചിരിക്കുന്ന വിഷയങ്ങൾക്കകത്ത് അകപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെത്രയും പെട്ടെന്ന് കർത്താവായ യേശുവിൽ ആശ്രയിച്ച് നമ്മെ നന്മയിലേക്കും അനുഗ്രഹത്തിലേക്കും ഉയർച്ചയിലേക്കും ദൈവം കണ്ട പാതയിലേക്കും എത്തിക്കാതിരിപ്പാൻ തടസ്സം നേരിട്ടിരിക്കുന്ന വിഷയത്തിന് മേൽ ഭയങ്കരമായ ആ പിടിപിടിക്കാൻ കർത്താവിനെ കൊണ്ടേ കഴിയത്തുള്ളൂ. ക്രൂശിലെ രക്തത്തിനെ കഴിയത്തുള്ളൂ. ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ച് ചില വിഷയത്തിൽ നിന്ന് ആ മോചനം പ്രാപിക്കാൻ, ആ പിടിച്ചു വച്ചിരിക്കുന്ന കരങ്ങൾ ഇന്ന് മാറ്റാൻ ദൈവാത്മാവിനാൽ ഇടയാകട്ടെ. നമുക്ക് രക്ഷപ്പെടാം, നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. നമ്മെക്കുറിച്ചുള്ള സ്വർഗീയ പദ്ധതിക്ക് വേണ്ടി നമ്മൾ സ്വതന്ത്രരായി പുറത്തു വരാം. ഒരു മതവും ഒരു വ്യവസ്ഥകളും ഒരുവിധ ലോകത്തിൻ്റെ ചുറ്റുപാടുകളും കെട്ടുപെട്ടുകളും ഇതൊന്നും നമ്മളെ പിടിച്ചു വയ്ക്കരുത്.
നമുക്ക് ക്രിസ്തുവിനായി ജീവിക്കാം, ക്രിസ്തുവിൻ്റെ സ്വാതന്ത്ര്യത്തിൽ നടക്കാം. അങ്ങനെ ദൈവം ആഗ്രഹിക്കുന്നിടത്തേക്ക് നമുക്ക് നീങ്ങാം. സ്റ്റക്കാകരുത്, ഒതുങ്ങരുത്, ഒരിടത്ത് ഒതുങ്ങിപ്പോകരുത്, നിന്നു പോകരുത്. പിടിച്ചു വെച്ച വൻകിട ശക്തികളിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമുക്ക് കൊതിക്കാം. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഏത് മനുഷ്യനെയും പിടിച്ചു വയ്ക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. മനസ്സിൽ ആഗ്രഹമുണ്ട്, മനസ്സിൽ വലിയ ഉറപ്പുണ്ട്. പക്ഷെ മുന്നോട്ട് പോകാൻ പറ്റാതെ പിടിച്ചു വച്ചിരിക്കുന്ന കുടുംബങ്ങൾ, വ്യക്തിബന്ധങ്ങൾ, വിദ്യാഭ്യാസ മേഖലകൾ, സാമ്പത്തിക സ്ഥിതികൾ, എന്തു തന്നെയാണെങ്കിലും പിടിച്ചു വെച്ച പരിസ്ഥിതിക്ക് മാറ്റം വരുത്തുവാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആരെങ്കിലും എന്തെങ്കിലും വിഷയത്തിൽ പിടിച്ചു വച്ചിരിക്കുന്നെങ്കിൽ ആ പിടിപിടിക്കാൻ യേശുവിൻ്റെ നാമത്തിൽ മുറുകെ പറ്റുന്ന, ഞങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാൻ പറ്റാത്ത, ഞങ്ങളെ തളച്ചിടുന്ന, ഞങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതിക്ക് തക്കവണ്ണം ഉയരാൻ കഴിയാതെ പിടിച്ചു വച്ചിരിക്കുന്നത് എന്താണോ ആ പിടിപിടിക്കാൻ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഇത് കേൾക്കുന്നവർക്കൊരു വിജയവും വിടുതലും ഉണ്ടാകട്ടെ. സ്വർഗം അത് ചെയ്യണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ പിതാവേ.